വേനൽ തുടങ്ങിയിട്ടേയുള്ളൂ. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 1.5 മാസക്കാലമായി ശുദ്ധജലക്ഷാമം രൂക്ഷമാണ്. കുടിക്കാൻ പോലും വെള്ളമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു മടുത്തു. വാട്ടർ അതോറിറ്റി പരിഹാരം കാണുന്നില്ലെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരത്ത് നിന്ന് മേഘനാ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തുള്ളി കുടിക്കാൻ ഇല്ലത്രേ. ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി. ഇങ്ങനെയാണ് വെള്ളം വരുന്നത്. പല തുള്ളി പെരുവെള്ളമാകട്ടെ. കമലേശ്വരം, മണക്കാട്, കുരിയാത്തി, ആറ്റുകാൽ, ഫോർട്ട് തുടങ്ങി തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കഴിഞ്ഞ 1.5 മാസക്കാലമായി കുടിവെള്ളമില്ലാത്തത്. നഗരത്തിന്റെ ഹൃദയഭാഗമായ കവടിയാർ പോലും വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. ഒരാഴ്ച കൊണ്ട് വെള്ളം കിട്ടണില്ല. ഒന്നുള്ള പൊങ്കാലായിരുന്നു, 2ലും വെള്ളമില്ലായിരുന്നു. കാരണം ഇവിടെ ഇത് രാത്രി 10 മണിക്കാണായി പോയപ്പോൾ വെളുപ്പിൽ 5 മണിക്കേ വരുള്ളൂ. അതില്ലായിരുന്നു. ഞങ്ങൾ കുടിവെള്ളത്തിന് എനിക്ക് വേറെ ആരുമില്ല. ഒരു കുടം വെള്ളം സൈക്കിളിൽ പോലും കൊണ്ടുതരാൻ എനിക്ക് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളത്. ഞാൻ ആരടുത്ത് പോയി പറഞ്ഞ് വെള്ളത്തിന് പോട്ട്. കമലേശ്വരം തോട്ടം ലൈനിൽ കുടിവെള്ളം പൂർണ്ണമായും മുടങ്ങിയിട്ട് 5 ദിവസത്തിലധികമാകുന്നു. പല സ്ഥലത്തും പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്ന സാഹചര്യം. പൈപ്പുകളുടെ കാലപ്പഴക്കം പൊട്ടലുകൾക്ക് കാരണമാകുന്നു എന്നും വിലയിരുത്തലുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് 38ാമത്തെ വർഷമാണ്. ഇപ്പം ആദ്യമായിട്ടാണ് ഇത്രയും ജലദൗർലഭ്യം നേടുന്നത്. ഈവൻ ഞങ്ങളുടെ പൊങ്കാലയുടെ അന്ന് പോലും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. അപ്പം മറ്റുള്ളവരെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ കുറേ ദൂരം പോകണം. ഇത്രയും നാളും വെള്ളത്തിന് ഇത്രയും രൂക്ഷമായൊരു പ്രശ്നം നമ്മളാരും നേരിട്ടിട്ടില്ല. ഒരുപക്ഷെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ 1-2 ദിവസം വെള്ളമില്ല എന്നുള്ള നേരത്തെ ഒരു മുന്നറിയിപ്പ് തന്ന അങ്ങനെ വെള്ളമില്ലായ്മ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസം കൊണ്ട് നമ്മൾ വെള്ളത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. വെള്ളം ഇല്ല മക്കളെ വിളിച്ച് തല്ലിയപ്പോഴും അവളുടെ അടുത്താണ്. അപ്പം നമ്മൾ ഇവിടെ പോയി വെള്ളം എടുക്കും. അപ്പോഴും 5 കുടം വെള്ളം എടുത്താൽ തെളിയോ? മന്ത്രി എവിടെ പോയി? മന്ത്രിയല്ല. ഇന്ന് 4-5 ദിവസം കഴിഞ്ഞ് അമ്മ മക്കളാന്നുള്ളത് ഈ ഉണക്ക് തന്നെ ഇങ്ങനെയാണ് തന്നെ കിടക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതാ? കുറേ ദിവസമായി കുടിക്കാനൊന്നുമില്ല. പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തി. UDF കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. മുന്തിയ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം നിർലോഭം വിടുവാൻ വേണ്ടി വാൽവിന്റെ റെഗുലേഷൻ നടക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓഫീസ് സമുച്ചയങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം വിടാൻ വേണ്ടി ഡൊമസ്റ്റിക് യൂസിനുള്ള വെള്ളം കുറയ്ക്കുകയാണ്. പണമില്ല എന്ന് പറയുമ്പോഴും ഇതുവരെ കാണാത്ത രീതിയിൽ 4 ഇരട്ടി 10 ഇരട്ടിയാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കുടിവെള്ളത്തിന്റെ വില കൂട്ടിയിട്ടുള്ളത്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ കുടിവെള്ളക്ഷാമം വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്കയുമുണ്ട്. വാട്ടർ അതോറിറ്റി കുരിയാത്തി സെഷനിലായിരുന്നു BJP പ്രതിഷേധം. സ്ഥിരം നിരന്തരം ഒരു ദിവസം 100-200 കോളുകൾ ജനങ്ങൾ ഇവരെ വിളിച്ച് അവരെ സഹി കെട്ടു. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഈ സംരംഭം നിൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഓരോ ഈയിടത്തും സംസാരിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായൊരു കാരണം സത്യം പറഞ്ഞാൽ പറയാനില്ല. പല മീറ്റിങ്ങുകളിലും വിളിക്കുമ്പോൾ SEയും Eയും മാത്രമാണ് വരുന്നത്. നമ്മൾ ക്ഷേത്ര അവലോകനത്തിൻ്റെ അന്ന് ചീഫ് മിനിസ്റ്ററോട് ഈ കാര്യം പറയാനായിട്ട് എണീച്ച സമയത്ത് ചീഫ് മിനിസ്റ്ററോട് ഈ കാര്യം പറയാൻ സമ്മതിക്കാതെയും നമ്മുടെ MLA ശിവൻകുട്ടി സാറ് നമ്മളോട് പറഞ്ഞു നമുക്ക് വാട്ടർ അതോറിറ്റിക്കാരുമായിട്ട് പ്രത്യേകം ഇരുന്നൊരു മീറ്റിംഗ് കൂടാമെന്ന് പറഞ്ഞു. അന്ന് അവിടെയുള്ള വെറും സൂപ്രണ്ടിങ് എഞ്ചിനീയർ മാത്രമാണ് ഉണ്ടായിരുന്നത് വാട്ടർ അതോറിറ്റിയിൽ. പരാതി പറയാൻ വാട്ടർ അതോറിറ്റി അധികൃതർ ഫോൺ എടുക്കണ്ടേ എന്നും ചോദിക്കുന്നവരുണ്ട്. അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ വൈദ്യുതി കേബിളിനും ട്രാൻസ്ഫോമറിനും ഉണ്ടായ പ്രശ്നമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പലത് കഴിയുന്നു. അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ശുദ്ധജലമില്ല എന്നതാണ് തിരുവനന്തപുരത്തുകാരുടെ പരാതി. ഒരു കുടം വെള്ളം കിട്ടാൻ 1-2 ദിവസം കാത്തു നിൽക്കേണ്ടവരുണ്ട്. എന്ത് ഗതികേടാണ്! ഇനി ആർക്ക് പരാതി കൊടുക്കണമെന്ന് കൂടി ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നു. ക്യാമറമാൻ സന്തോഷ് ജേക്കബിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.